നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. പതിരായ പാക്കേജ് മടവീഴുന്ന പാടശേഖരങ്ങൾ. ചമ്പക്കുളം പടച്ചാൽ പാടശേഖരത്ത് മടവീണു. മഴ ശക്തി പ്രാപിച്ചതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഭാഗത്തെ താഴ്ച പ്രദേശങ്ങൾ വെള്ളത്തിലായി. അടിച്ചുമാറ്റുന്ന ഫണ്ടിലൂടെ തടിച്ചുകൊഴുക്കുന്ന കരാറുകാരും കുളമാകുന്ന റോഡുകളും. പണി കഴിഞ്ഞ് 9 മാസം പിന്നിട്ടപ്പോഴേക്കും പുളിങ്കുന്ന് പള്ളിക്കൂട്ടുമ്മ റോഡ് പഴയപടി. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറയച്ചന്റെ ജന്മസ്ഥലമായ കൈനകരിയിൽ നിന്നും മാന്നാനത്തേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. മഴ ശക്തി പ്രാപിച്ചതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖല മടവീഴ്ച ഭീഷണിയിൽ. ചമ്പക്കുളം പടച്ചാൽ പാടശേഖരത്ത് ശനിയാഴ്ച പുലർച്ചെ മട വീണു. 190 ഏക്കർ വരുന്ന പാടശേഖരത്താണ് മട വീണത്. പെയ്ത്ത് വെള്ളവും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കൂടിയായതോടെ കുട്ടനാട്ടിലെ മിക്ക പാടശേഖരങ്ങളും മടവീഴ്ചയുടെ വക്കിലാണ്. 30 ദിവസം മുതൽ 90 ദിവസം വരെ എത്തിയ നെൽകൃഷി ഇതോടെ ആശങ്കയുടെ നടുവിലായി. 100ഓളം കർഷകർ ചേർന്നാണ് ചമ്പക്കുളം പടച്ചാൽ പാടശേഖരത്ത് കൃഷി ഇറക്കിയത്. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിൽ വരുന്ന ഈ പാടശേഖരത്തും പുറംബണ്ട് ബലപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ഒന്നും പാക്കേജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് കർഷകനായ തൊമ്മിച്ചൻ KCV വാർത്തകളോട് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ രാത്രി 10 ആയപ്പോൾ തുടങ്ങിയിട്ട് 3:30 വരെ ഇവിടെ പണിത് ഞങ്ങൾ മട കുത്താനൊക്കെ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ നേരം എടുത്ത് മുളയും കുറ്റിയെല്ലാം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. നഷ്ടം പറയണമെങ്കിൽ ഇപ്പം പറയാനൊക്കത്തില്ല, ഇത് പണി തീരണം. ഇത് എത്രയോളം കർഷകർ ഇതിനകത്തുണ്ട്? 120 കർഷകരുണ്ട്. ഇവര് ഈ പുറംബണ്ട് നിർമ്മിച്ചു തരുന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ സർക്കാരിന്റെ, അതൊന്നും ഇവിടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അത് ബന്ധപ്പെട്ടിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ബന്ധപ്പെട്ട് തരാമെന്നാണ് ഇതുവരെ ഞങ്ങൾക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അതിന്റെ മഴയിലാണ് ഞങ്ങൾ കൃഷിക്കാരുടെ മാത്രമായിട്ടുള്ള ഫണ്ടാണ്, ഞങ്ങൾ തന്നെ പിടിച്ച ഫണ്ടാണ്. കുട്ടനാട് പാക്കേജിലൂടെ പുറംബണ്ട് കല്ലുകെട്ടി സംരക്ഷിക്കുവാനുള്ള പദ്ധതി വന്നതോടെ പുറംബണ്ടുകൾ വർഷാവർഷം സംരക്ഷിക്കുന്നതിൽ നിന്ന് കർഷകർ പിന്നോക്കം പോയിരുന്നു. എന്നാൽ കൃഷിയുള്ള പാടശേഖരങ്ങളിൽ പാക്കേജ് മുഖാന്തരം പുറംബണ്ട് ഉയർത്തിയവ വളരെ വിരളമാണ്. അവയിൽ തന്നെ അഴിമതിയും അശാസ്ത്രീയതയും ആദ്യം മുതലേ കർഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുട്ടനാട്ടിൽ കഴിഞ്ഞ വർഷവും അടിക്കടിയുണ്ടായ വെള്ളപ്പൊക്കവും മടവീഴ്ചയും നിമിത്തം രണ്ടാം കൃഷി ഇറക്കിയ മിക്ക പാടശേഖരങ്ങളുടെയും പുറംബണ്ടുകൾ ദുർബലമാണ്. വെളിയനാട്, രാമങ്കരി, പുളിങ്കുന്ന്, കൈനകരി, ചമ്പക്കുളം, എടത്വ, തകഴി, വീയപുരം, ചേപ്പാട്, ചെറുതന പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കരകൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വിവിധ പഞ്ചായത്തുകളിലെ നിരവധി വീടുകൾ പ്രളയജലത്തിൽ മുങ്ങി. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയും തൃക്കുന്നപ്പുഴ ചീപ്പിലൂടെയുമുള്ള നീരൊഴുക്ക് ശക്തി പ്രാപിക്കാത്തതാണ് പ്രളയജലം ഒഴുകിമാറാത്തതിന് പ്രധാന കാരണം. തണ്ണീർമുക്കം ബണ്ടിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചെങ്കിലും നിലവിൽ സ്തംഭനാവസ്ഥയിലായതും കുട്ടനാട്ടുകാർക്ക് വിനയായി. പണി കഴിഞ്ഞ് കേവലം 9 മാസം പിന്നിടുമ്പോൾ പള്ളിക്കൂട്ടുമ്മ പുളിങ്കുന്ന് റോഡ് വീണ്ടും കുളമായി. 2.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ താഴ്ച പ്രദേശങ്ങൾ ഉയർത്തി ടാർ ചെയ്തിരുന്നു. ഈ ഭാഗങ്ങളാണ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. പണി കഴിഞ്ഞ് 9 മാസം മാത്രം പ്രായമുള്ള റോഡിൽ കുഴികൾ ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണമന്വേഷിച്ച് തല പുകയ്ക്കേണ്ടതില്ല. കോൺട്രാക്ടർമാരും അവരുടെ ശിങ്കിടികളായ ഉദ്യോഗസ്ഥരും ആവശ്യാനുസരണം വീതം വെച്ചതിന്റെ മിച്ചം മാത്രമല്ലേ റോഡിൽ കാണൂ. അപ്പോൾ പിന്നെ പേരിനൽപ്പം കട്ടിങ്ങും ഗ്രാവലും, അതിനു മുകളിൽ ഉള്ളിത്തൊലി കനത്തിൽ ടാറിങ്ങും. ഇത്രയും നേർമയോടെ ഇവർ എങ്ങനെ ടാറിംഗ് ചെയ്യുന്നു എന്നതാണ് അത്ഭുതം. 2.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള പള്ളിക്കൂട്ടുമ്മ പുളുങ്ങുന്ന റോഡിൽ താഴ്ച പ്രദേശത്ത് മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഉയർത്താൻ കരാർ നൽകിയത്. ഇത് ഏകദേശം 800 മീറ്റർ ഭാഗം മാത്രമേ വരൂ. ഈ 800 മീറ്റർ തന്നെ 3 റീച്ചാക്കി 3 കരാറുകാർക്കാണ് നൽകിയത്. ഇതിൽ 1 റീച്ച് മാത്രമാണ് പൂർത്തീകരിച്ചത്. ആ ഭാഗമാണ് ഇപ്പോൾ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നത്. അറ്റകുറ്റപ്പണി നടത്തിയ സ്ഥലത്ത് ഇതാണ് ഗതിയെങ്കിൽ ബാക്കി ഭാഗത്തെ കഥ പറയേണ്ടതില്ലല്ലോ. ഏകദേശം ഒരു 10 മാസം മുമ്പായിട്ട് തുടങ്ങിയ പണിയാണ് ഈ റോഡിൻ്റെത്. ഇപ്പോൾ ഇത് വളരെ ദുർഘടമായ യാത്രയും വണ്ടിക്ക് ഒരുപാട് പണിയും അറ്റകുറ്റപ്പണികളും ഒരുപാടായിട്ട് വരുന്നു. ഇങ്ങനെ ഈ റോഡ് എത്ര നാളായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ആരും ഒരു മാനേജ്മെൻറ്റ് രീതിയിലും ഇതിന് മുമ്പോട്ട് ഒരു വഴിയിലും ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ നമ്മളിപ്പോൾ യാത്രക്കാർക്കും വേണ്ടി മാത്രമാണ് ഈ ഓട്ടോ ഓടിച്ചിങ്ങനെ ജീവിക്കുന്നത്. നമുക്കിതിൽ നിന്നും തീർത്തും ഒന്നും ലഭിക്കാറില്ല. നമ്മ കയ്യിൽ നിന്ന് പൈസ വെറുതെ വണ്ടിയുടെ ചെലവിലായിട്ട് മാത്രമാണ് പോകുന്നത്. മക്കും മെറ്റലും ഗ്രാവലുമൊക്കെ റോഡരികിൽ കിടന്ന് കാട് പിടിച്ച് മൂടി. റോഡ് പണിക്കായി ഇറക്കിയ ഇവയൊക്കെ മുഴുവനായും അവിടെ തന്നെ ഉണ്ടോ അതോ കരാറുകാർ തന്നെ കടത്തിയോ എന്നും നാട്ടുകാർക്ക് സംശയമുണ്ട്.
റോഡിന്റെ കിഴക്ക് ഭാഗത്തുള്ള എഴുമാങ്കരി പാടശേഖരത്തിൽ അഡാക്കിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി ഇറക്കിയതും റോഡിന് ദുരന്തമായി. പെയ്ത്ത് വെള്ളം ഒഴുകിപ്പോകാതെ പാടശേഖരത്തെ കെട്ടിക്കിടക്കുകയാണ്. പാടത്തിന്റെ തൂമ്പ് തുറന്നുവിടാത്തതും ഈ പ്രദേശം വെള്ളക്കെട്ടിലാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. കുഴികൾ ഉണ്ടാവുന്നതിന് പിന്നിലെ അവിഹിതം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഈ പണി ചെയ്ത കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. 2.25 കിലോമീറ്ററോളം ദൂരം വരുന്ന പള്ളിക്കൂട്ടുമ്മ പുളിങ്ങുന്ന് റോഡാണിത്. റോഡിലെ താഴ്ന്ന ഭാഗങ്ങൾ മണ്ണിട്ട് ഉയർത്തുന്നതിന്റെ ഭാഗമായി 1/2 കിലോമീറ്ററോളം ദൂരം ടാർ ചെയ്ത് പണി പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പണി കഴിഞ്ഞ 6 മാസം തികയും മുമ്പേ റോഡ് വീണ്ടും കുളമായി. ഇത്തരം കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്തി അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറയച്ചന്റെ ജന്മഗൃഹമായ കൈനകരിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം അടക്കം ചെയ്ത മാന്നാനത്തേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന കൈനകരിയിൽ നിന്നും മാന്നാനത്തേക്കും തിരിച്ചും ബസ് സർവീസ് ആരംഭിച്ചാൽ ഇത് വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ഏറെ പ്രയോജനം ലഭിക്കും. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും തീർത്ഥാടകർ എത്തിച്ചേരാമെന്നിരിക്കെ ഇവർക്ക് സഞ്ചരിക്കാനുള്ള സൌകര്യം KSRTC ഒരുക്കേണ്ടതുണ്ട്. കുട്ടനാടിന്റെ ഉൾപ്രദേശമായ കൈനകരിയിൽ എത്തിച്ചേരുക വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിട്ടും ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ ഇവർക്ക് മാന്നാനത്തേക്ക് പോകണമെങ്കിൽ നിരവധി ബസ്സുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ്. എന്നാൽ കൈനകരിയിൽ നിന്ന് മാന്നാനത്തേക്കും തിരിച്ചും ബസ് അനുവദിച്ചാൽ ഇത് വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ഏറെ ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക് KCV. പുന്നമടയിൽ വഞ്ചിപ്പാട്ട് വരാൻ ഇനി 7 നാളിന്റെ അകലം മാത്രം. ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് പുന്നമടയിലെ ജലമാമാങ്കം. അരയും തലയും മുറക്കി ചുണ്ടനും മറ്റ് കളിവള്ളങ്ങളും അണിയറയിൽ തുഴയെറിഞ്ഞ് പരിശീലന പയറ്റിന്റെ അങ്കത്തട്ടിലാണ്. ജയതോൽവികളുടെ കരയുടെയും വള്ളത്തിന്റെയും പെരുമയെ പുകഴ്ത്തിയും ഇകഴ്ത്തിയും വാക്പോരിനും കരകളിൽ ചൂടുപിടിച്ചു തുടങ്ങി. കരക്കാരുടെയും കാണികളുടെയും ആവേശമാണ് തുഴക്കാരുടെ ആവേശം. കരയുടെ പ്രാർത്ഥനയാണ് വള്ളത്തിന്റെ വിജയമന്ത്രം. ഇത്തവണ സാമ്പത്തികമായി പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും 62ാമത് നെഹ്റു ട്രോഫി ജലമേള കുറ്റങ്ങളും കുറവുകളും ഒഴിവാക്കി ഗംഭീരമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി. ടൈറ്റിൽ സ്പോൺസറെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗത്യന്തരമില്ലാതെ സർക്കാരിൽ അഭയം തേടിയ സംഘാടക സമിതി 50 ലക്ഷം രൂപ അഭ്യർത്ഥിച്ചെങ്കിലും 20 ലക്ഷം മാത്രമാണ് കിട്ടിയത്. ഇതോടെ വള്ളംകളിയുടെ മൊത്തം ബജറ്റ് 1.55 കോടിയിൽ ഒതുക്കേണ്ടി വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വൈകിയെങ്കിലും ടൈറ്റിൽ സ്പോൺസറെ ലഭിക്കുന്നതിനുള്ള നേരിയ സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. ഇക്കുറി പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാതിരുന്നതിനാൽ മുണ്ട് മുറുക്കിയുടുത്തും ജലോത്സവം കൊഴുപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും വിവിധ ഇടങ്ങളിൽ കഠിന പരിശീലനത്തിലാണ്. കുറഞ്ഞത് 5 തവണയെങ്കിലും ട്രയൽ നടത്തിയിരിക്കണമെന്ന നിബന്ധന ഇക്കുറിയുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ A ഗ്രേഡ് വിഭാഗത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും 9 ബോട്ട് ക്ലബ്ബുകളാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. നിലവിലെ ജേതാക്കളായ ഹരിപ്പാട് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബിന്റെ ശ്രീഗണേശൻ, കൈനകരി UBCയുടെ ചമ്പക്കുളം പുത്തൻചുണ്ടൻ, പുന്നമട ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ, നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളിത്തട്ടിലേക്കെത്തുന്ന പള്ളാത്തുരത്തി ബോട്ട് ക്ലബിന്റെ മഹാദേവൻ, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ ചെറുതന, മങ്കൊമ്പ് സെന്റ് പയസ് ബോട്ട് ക്ലബിന്റെ സെന്റ് പയസ് 10 എന്നീ ചുണ്ടനുകൾ ദിവസങ്ങളായി തീവ്ര പരിശീലനത്തിലാണ്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ സെന്റ് പയസ് 10 ചുണ്ടൻ. പുന്നമടയിലെ താരമാകാൻ ചുണ്ടനെ എത്തിക്കുന്നത് മങ്കൊമ്പ് സെന്റ് പയസ് ബോട്ട് ക്ലബ്ബാണ്. പമ്പയാറ്റിൽ തീവ്ര പരിശീലനത്തിലാണ് കളിക്കാർ. ആവേശത്തിന്റെ ആർപ്പുവിളികളോടെയാണ് സെന്റ് പയസ് 10 ചുണ്ടൻ ജൂലൈ 18 നീറ്റിലിറക്കിയത്. വള്ളത്തിന്റെ നീരണിയൽ ചടങ്ങിന് കരയിലെ ആപാലവൃത്തം ജനങ്ങളും എത്തിയിരുന്നു. 6 വർഷം മാത്രം പ്രായമുള്ള ബോട്ട് ക്ലബ്ബ് ഇതിനോടകം തന്നെ തങ്ങളുടെ വിജയക്കൊടി വിവിധ മത്സരവള്ളംകളികളിൽ ഉയർത്തിയിരുന്നു. ചെറുതും വലുതുമായ ജലോത്സവങ്ങളിൽ കളിവള്ളം വാടകയ്ക്കെടുത്താണ് ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നത്. വിവിധ കരകളിൽ നിന്നും നേടിയ പണവും ബാങ്ക് ലോണും 100ഓളം പേരിൽ നിന്ന് ഷെയറുകളും ശേഖരിച്ചാണ് വള്ളം പണിക്കുള്ള പണം സ്വരൂപിച്ചത്. ഇതോടെ സ്വന്തമായി വള്ളമുള്ള ക്ലബ്ബെന്ന അംഗീകാരം സെന്റ് പയസ് ബോട്ട് ക്ലബിന് സ്വന്തമായി. സ്വന്തം വള്ളവുമായി കേരളത്തിലെ ഏറ്റവും പേരുകേട്ട വള്ളംകളിക്കായി അരയും തലയും മുറുക്കി ഒരേ മനസ്സോടെ ഒരൊറ്റ ലക്ഷ്യത്തോടെ അവർ പരിശീലനത്തിലാണ്. കന്യാംഗത്തിൽ തന്നെ കിരീടത്തിൽ മുത്തമിടാൻ അവർ പമ്പയാറ്റിന്റെ ഇരുകരകളെയും സാക്ഷിയാക്കി നയംപെറിയുകയാണ്. തങ്ങളുടെ വള്ളമെന്ന കരക്കാരുടെ വികാരവും വിജയപ്രാർത്ഥനയുമാണ് കളിക്കാരുടെ ആത്മവിശ്വാസവും മൂലധനവും.
നെഹ്റു ട്രോഫി സുവനീർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ADM ആന്റണി ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ ആ കാറ്റഗറിയിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അഡ്വക്കേറ്റ് മനോജ് ഇവിടെ പറഞ്ഞു. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ഇവിടെ വരുന്ന രചനകൾ ഈ സ്മരണയിൽ വരിക എന്നുള്ളത്. ഇത്ര സൈറ്റിലൂടെയൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അത് വളരെ വളരെ മൈലേജ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നെഹ്റു ട്രോഫി സുവനീർ ചീഫ് എഡിറ്റർ AN പുരം ശിവകുമാർ അധ്യക്ഷനായി. മത്സര കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് G മനോജ് കുമാർ, തോമസ് ഗ്രിഗറി, രാജൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ്, ചെറുകഥ, ഉപന്യാസം എന്നീ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലുപാലത്തിന് സമീപം ഈ മാസം 5 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസം. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 1:35 ഇടയിൽ പരിമിതപ്പെടുത്തുക, തസ്തിക സൃഷ്ടിച്ച എല്ലാ അധ്യാപകരെയും സംരക്ഷിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവ ലിബറൽ നയങ്ങളുടെ വക്താക്കളായിട്ടുള്ള ഭരണാധികാരികൾ പൊതുവിദ്യാഭ്യാസത്തെയും തകർക്കുകയും അധ്യാപകരെ ദ്രോഹിക്കുന്ന നിലപാടുകളുമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്ത് ശക്തമായ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരങ്ങൾ കൊണ്ടും ഒന്നും തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടി വിപുലമായ ഐക്യനിര സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമെന്ന രൂപത്തിൽ ഈ വരുന്ന ആഗസ്റ്റ് മാസം 5-ാം തീയതി സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഉപവാസ ധർണാ സമരം നടക്കുകയാണ്. അധ്യാപക ജോലിയിൽ പ്രവേശിച്ചവർ മറ്റ് തസ്തികകളിൽ ജോലി ചെയ്യേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ സെപ്റ്റംബർ 2-ാം വാരം മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. KGSA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MC പ്രസാദ്, S ശുഭ, N ഉണ്ണികൃഷ്ണൻ, T സുധീഷ് എന്നിവർ പങ്കെടുത്തു. 100% വിജയം കരസ്ഥമാക്കിയ കണ്ടങ്കരിക്കാവ് ദേവിവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിക്കുന്നു. കണ്ടങ്കരിക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച പകൽ 9-ന് കരയോഗ മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ.
അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോഗത്തിനെതിരെ സോഷ്യലിസ്റ്റ് കിസാൻ ജനതകൾ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കുന്നു. കിസാൻ ജനതയും സോഷ്യലിസ്റ്റ് ജനതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനം ആഗസ്റ്റ് 3 എടത്വ സെന്റ് ജോർജ് ഹാളിൽ നടക്കും. കുട്ടനാട് നിയോജകമണ്ഡലത്തിൽ 9 റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 2,70,00,000 രൂപ അനുവദിച്ചതായി തോമസ് ചാണ്ടി MLA അറിയിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിൽ പായിക്കാട് മുതൽ 12 പാലം വരെയുള്ള റോഡിന് 30 ലക്ഷം രൂപയും, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ കരേകാട് ഗവൺമെന്റ് LP സ്കൂൾ മുതൽ കുന്നിൽ തോട്ടിപ്പറമ്പ് വഴി 600 പാടം വരെ ആദ്യ റോഡ് നിർമ്മാണം 30 ലക്ഷം രൂപയും, മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ 5, 6 വാർഡുകളിൽ ദീപ ജംഗ്ഷൻ മണൽക്കലങ്ക് റോഡിന്റെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് 25 ലക്ഷം രൂപയും, മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ മുട്ടാർ പള്ളിപ്പാലം മുതൽ സഹൃദയ ജംഗ്ഷൻ വരെയുള്ള റോഡിന് 25 ലക്ഷം രൂപയും, നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ മിൽമ ജംഗ്ഷൻ മുതൽ സെന്റ് മാർട്ടിൻ പള്ളി വരെ 45 ലക്ഷം രൂപയും, നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ മണപ്ര സൌത്ത് അങ്ങാടി മുതൽ വലിയപാലം വരെ 30 ലക്ഷം രൂപയും, കാവാലം ഗ്രാമപഞ്ചായത്തിൽ 12ാം വാർഡിൽ PWD റോഡ് മുതൽ വിശ്വകർമ്മ ക്ഷേത്രം വരെയുള്ള റോഡിന്റെ ആദ്യ റീച്ച് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയും, നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ 6ാം വാർഡിൽ PWD റോഡിൽ ചക്കച്ചമ്പാക്ക ജംഗ്ഷൻ മുതൽ കവലയിൽ കടവ് വരെ ആദ്യ റീച്ച് റോഡ് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയും, തലവടി എടത്വ ഗ്രാമപഞ്ചായത്തുകളിൽ 7, 13 വാർഡുകളിൽ തോട്ടത്തിൽപ്പടി മുതൽ കോടമ്പനാടി IHDP കോളനി വരെ റോഡ് നിർമ്മാണത്തിന് 25 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംസ്ഥാനത്തുടനീളം ഖാദി ഓണം മേള സംഘടിപ്പിക്കുന്നു. മേളയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10 ചങ്ങനാശ്ശേരി റവന്യൂ ടവറിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ അങ്കണത്തിൽ നടന്നു. ഖാദി വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും ഖാദി കൂടുതൽ ജനപ്രിയമാക്കുന്നതിന്റെയും ഭാഗമായാണ് ഖാദി മേളകൾ സംഘടിപ്പിക്കുന്നത്. ഖാദി എന്നത് ഒരു സംസ്കാരത്തിന്റെയും സമരജീവിതത്തിന്റെയും അടയാളമായി മാറുകയും വേണമെന്ന് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. ഖാദി ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ മഹാത്മജി സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ശക്തമായ ആയുധമായി കണ്ടത് ചർക്കയായിരുന്നു. ചർക്കയിലൂടെ നൂറ്റുകൊണ്ട് ഒരു ശക്തമായ സാമ്രാജ്യ ശക്തിയെ ഇന്ത്യയിൽ ഓടിക്കാൻ നടത്തിയ ആ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും സ്മരണകളാണ് എപ്പോഴും ഖാദി ഗ്രാമവ്യവസായങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ ഖാദി ഇന്ന് വില കുറഞ്ഞ ഉൽപ്പന്നമല്ല. പക്ഷേ മറ്റ് കോട്ടൺ തുണിയുമായി അതിൻ്റെതായ ചില പ്രത്യേകതകളും പ്രത്യേക ഉദ്ദേശങ്ങളും ഇന്ന് ഖാദി ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമായ ഏറ്റവും മികച്ച കരകൗശല വസ്തുക്കൾ, ഒരു വീടിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ പ്രവർത്തനത്തിലൂടെ വിപണിയിൽ ലഭ്യമാകുന്നു. CF തോമസ് MLA അധ്യക്ഷനായതോടൊപ്പം ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഓണം മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ മാസ്തീസ് ജോർജ്, കൌൺസിലർ ജിമോൾ ജോർജ്, NB കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ജോർജ് തോമസ്, സണ്ണി തോമസ്, ജെയിംസ് കലാവടക്കൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ധർമ്മവേദി കുട്ടനാട് യൂണിയന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 കായൽപ്പുറം UP സ്കൂളിലാണ് പരിപാടി നടന്നത്. ശ്രീനാരായണ ധർമ്മവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK പുഷ്പാങ്കദൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മവേദി കുട്ടനാട് യൂണിയൻ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പരിപാടികൾ സംഘടിപ്പിക്കുന്ന യൂണിയനാണ് ചോദ്യം. ആദ്യമായിട്ടാണ് കുട്ടനാട് കേന്ദ്രീകരിച്ചിട്ട് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. അത്
ഏറ്റവും പ്രശംസ അർഹമായ പരിപാടി തന്നെയാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ പോലും ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് 5 വിഷയങ്ങൾ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് കൃഷി, കച്ചവടം, വ്യവസായം എന്നാണ്. കൃഷി എന്ന വാക്കിനെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത് കൃഷിയാണ്. അടിസ്ഥാന വർഗം എന്നെപ്പോഴും നമ്മൾ പറയുന്ന വർഗം എന്ന വാക്ക് തൊഴിലാളികളെ സംബന്ധിച്ചാണ്. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ വർഗം എന്ന വാക്ക് രൂപപ്പെടുന്ന സമയത്ത് തൊഴിലാളികൾ കാർഷിക മേഖലകളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് തൊഴിലാളി വർഗം രൂപപ്പെട്ടിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് കുട്ടനാട് പോലുള്ള മേഖലകളിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പായി തൊഴിലാളി വർഗ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ആ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളി വർഗം രൂപപ്പെടുന്നു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സി ചന്ദ്രമോഹൻ അധ്യക്ഷനായി. സെക്രട്ടറി ആർ പ്രസാദ്, പുളിങ്കുന്ന് കാനറ ബാങ്ക് മാനേജർ ജോർജ് മാത്യു, കിടങ്ങറ കാനറ ബാങ്ക് മാനേജർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർഷക ആനുകൂല്യങ്ങൾ കൃഷിഭവൻ മുഖേന എന്ന വിഷയത്തിൽ എ വി സുരേഷ് കുമാറും കാനറ ബാങ്ക് കാർഷിക ഓഫീസർ അൻസിയും കാർഷിക വായ്പകളെക്കുറിച്ചും ബിനോഷ് കുറുന്തോടത്ത് ജൈവകൃഷിയെക്കുറിച്ചും ക്ലാസ് നയിച്ചു. സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് ആർ സോമനും വീട്ടമ്മമാർക്ക് മുട്ടക്കോഴി പദ്ധതിയെക്കുറിച്ച് എം എസ് ജയയും വിശദീകരിച്ചു. ഇനി ചരമ വാർത്തകൾ. തിരുവല്ല മേപ്രാൽ കുഴുവേലിപ്പുറം മണത്തറത്തുണ്ടിയിൽ തങ്കമ്മ കുമാരൻ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2:30 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിരായ പാക്കേജ് മടവീഴുന്ന പാടശേഖരങ്ങൾ. ചമ്പക്കുളം പടച്ചാൽ പാടശേഖരത്ത് മടവീണു. മഴ ശക്തി പ്രാപിച്ചതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഭാഗത്തെ താഴ്ച പ്രദേശങ്ങൾ വെള്ളത്തിലായി. അടിച്ചുമാറ്റുന്ന ഫണ്ടിലൂടെ തടിച്ചുകൊടുക്കുന്ന കരാറുകാരും കുളമാകുന്ന റോഡുകളും. പണി കഴിഞ്ഞ് 9 മാസം പിന്നിട്ടപ്പോഴേക്കും പുളിങ്കുന്ന് പള്ളിക്കൂട്ടുമ്മ റോഡ് പഴയപടി. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറയച്ചന്റെ ജന്മസ്ഥലമായ കൈനകരിയിൽ നിന്നും മാന്നാനത്തേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.